ട്രംപിൻ്റെ വെടിനിർത്തൽ പദ്ധതികൾ പാളുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. റഷ്യ ഇപ്പോൾ യുക്രൈനിലേക്ക് ആക്രമണം കൂടുതൽ ശക്തമായ രീതിയിൽ കടുപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിൽ റഷ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്ക് മേൽ ഒരു ഉപരോധം കൂടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന്. കാരണം റഷ്യ എത്ര ആക്രമണം കടുപ്പിച്ചാലും ഇന്ത്യക്ക് മേലാണല്ലോ ഇപ്പോൾ അമേരിക്ക ഉപരോധങ്ങളും താരിഫുകളും ഏർപ്പെടുത്തുന്നത്. കാരണം റഷ്യയുടെ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ റഷ്യയുടെ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്ന അത്രയും കാലം, റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ മേടിക്കുന്ന അത്രയും കാലം ഇന്ത്യ റഷ്യയെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്നു. എന്നാൽ ഈ എണ്ണ മേടിക്കാനായിട്ട് അമേരിക്കയാണ് പറഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ വാക്കുമാറ്റി പറയുകയാണ്. അത് അമേരിക്ക ഇന്ത്യ വളരുന്നത് കണ്ടിട്ടാണ് അത് പറയുന്നത്. ഇന്ത്യക്ക് വ്യാപാര കരാർ, അമേരിക്കയ്ക്ക് വ്യാപാര കരാർ ഇന്ത്യയിലേക്ക് തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണ് അമേരിക്ക അത് പറയുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തൽ പ്രതീക്ഷകൾക്കിടയിൽ റഷ്യ യുക്രൈനെതിരെ ഭീകരമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിരിക്കുന്നു. 570-ലധികം ഡ്രോണുകളും 40 മിസൈലുകളുമാണ് ഇപ്പോൾ യുക്രൈനിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വർഷം യുക്രൈനിൽ റഷ്യ നടത്തിയ മൂന്നാമത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയിൽ റഷ്യൻ സൈന്യം 570-ലധികം ഡ്രോണുകളും 40 മിസൈലുകളും അഴിച്ചുവിട്ടു. ഇത് വൻ നാശം വിതച്ചു. അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നിരുന്നാലും റഷ്യൻ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റഷ്യൻ സൈന്യം പടിഞ്ഞാറൻ യുക്രൈനെയാണ് ഇപ്പോൾ ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് റഷ്യൻ സൈന്യം നടത്തിയതെന്ന് യുക്രൈനിയൻ വ്യോമസേന അവകാശപ്പെട്ടു. 574 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ച് റഷ്യൻ സൈന്യം നാശം വിധിച്ചതായി വ്യോമസേന ആരോപിച്ചു. യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലകളെയാണ് സൈന്യം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടത്. റഷ്യൻ ആക്രമണത്തിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെട്ടതായും 15-ലധികം പേർക്ക് പരിക്കേറ്റതായും യുക്രൈനിയൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വിരുദ്ധമായി റഷ്യ ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിൽ വൻ സംയുക്ത വ്യോമാക്രമണം നടത്തി. 100 കണക്കിന് ഡ്രോണുകൾ, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, സിവിലിയൻ ഊർജിത അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത് നടത്തിയത്. മിസൈലുകളിലൊന്നും ഒരു പ്രധാന അമേരിക്കൻ ഇലക്ട്രോണിക് സ്ഥാപനത്തെയും ആക്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തും വന്നിട്ടുണ്ട്. എന്തായാലും യുക്രൈനിൽ നടന്ന ഈ അമേരിക്കൻ കമ്പനിക്ക് നേരെയുള്ള ആക്രമണം എങ്ങനെ അമേരിക്ക കാണുന്നു എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആക്രമണത്തിന് ശേഷം സെലൻസ്കി പുടിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. റഷ്യ ഒരു തരത്തിലും വെടിനിർത്തൽ എന്നതിൻ്റെ സൂചനകളാണ് സമീപകാല ആക്രമണം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനോ ശരിയായ ചർച്ചകൾ നടത്താനോ മോസ്കോ ആഗ്രഹിക്കുന്നതായി സൂചനയില്ല. പടിഞ്ഞാറൻ യുക്രൈനിലെ ഒരു പ്രധാന അമേരിക്കൻ ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനിയെ റഷ്യൻ സൈന്യം ആക്രമിച്ചു എന്ന് യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി സംരംഭകൻ സെയ്ബിഹ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റഷ്യ യുദ്ധക്കളത്തിൽ നിന്ന് വളരെ അകലെയുള്ളൊരു പ്രദേശവും ആക്രമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ചർച്ചകൾക്ക് ശേഷവും റഷ്യ യുദ്ധം നിർത്താനുള്ള യാതൊരുവിധ സാഹചര്യവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും സാധിക്കുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.